ഒരു വലിയ ഉൽക്ക വന്ന് പതിച്ചപ്പോൾ ഭൂമിയെ അടക്കി വാണിരുന്ന ഡൈനോസേഴ്സ് നശിച്ചു. അതിനുശേഷം പിന്നെ മാമൽസ് അഥവാ സസ്തനികൾ ലോകത്തിന്റെ ഭരണം ഏറ്റെടുത്തു. ഡൈനോസേഴ്സിന്റെ കാലത്തിലെ ഏറ്റവും വലിയ മാമലിന് പോലും ഇന്നത്തെ ഒരു ചെറിയ നായയുടെ അത്ര വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദിനോസറുകളുടെ അഭാവത്തിൽ സസ്തനികൾ പണ്ടത്തേതിനേക്കാൾ ഒരുപാട് വലിപ്പം വയ്ക്കാൻ തുടങ്ങി. കോടിക്കണക്കിന് വർഷങ്ങളുടെ പരിണാമം കൊണ്ട് ഏതാനും ചില കിലോഗ്രാം ഭാരത്തിൽ നിന്നും 10,000-കണക്കിനും ലക്ഷക്കണക്കിനും കിലോഗ്രാം വരെ ഭാരം വയ്ക്കുന്ന സസ്തനികൾ രൂപം കൊണ്ടു. ഇന്ന് ഭൂമി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സസ്തനി ഏതാണെന്ന് ചോദിച്ചാൽ അത് നീലത്തിമിംഗലമാണെന്ന് ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. ശരിക്കും ഭൂമി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സസ്തനിയല്ല, ഭൂമിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മൃഗമാണ് നീലത്തിമിംഗലം. പക്ഷെ ഇത് കടലിലെ കാര്യമാണ്. കരയിലാണെങ്കിൽ പ്രൗഢഗംഭീരമായ ആനകളാണ് ഇന്ന് ഏറ്റവും വലിയ സസ്തനിയും ഏറ്റവും വലിയ മൃഗവും. എന്നാൽ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് കരയിലെ ഏറ്റവും വലിയ സസ്തനി ഏതാണെന്നറിയാമോ? അതും ഒരു ആന തന്നെയാണ്. ഇന്നത്തെ ആഫ്രിക്കൻ ആനകൾ പോലും ഈ പുരാതന കാലത്തിലെ അതിഗംഭീരമായ ആനകൾക്ക് മുന്നിൽ ഒന്നുമല്ല. ഇതിന് ടീറക്സ് പോലെയുള്ള ഭീമൻ ദിനോസറുകളേക്കാൾ വലിപ്പമുണ്ടായിരുന്നു. പല ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഇന്ത്യയിലാണ് ഇവ ജീവിച്ചിരുന്നത്. ഏതാണ് ഈ ജീവിയെന്നും എന്താണ് ഇവയുടെ പ്രത്യേകതകളെന്നും നമുക്ക് നോക്കാം. ഏകദേശം 2.5 കോടി വർഷങ്ങൾക്ക് മുന്നേ പാരാസെറാതേരിയം എന്നൊരു മാമൽ ജീവിച്ചിരുന്നു. ഇവ ഇന്നത്തെ കാണ്ടാമൃഗങ്ങളുടെ ഒരു പൂർവിക വർഗമായിരുന്നു. ഏതാണ്ട് 16 അടി ഉയരവും 15,000 കിലോഗ്രാമിൽ കൂടുതൽ ഭാരവും വച്ചിരുന്ന പാരാസെറാതേരിയം ശരിക്കും ഒരു ബൃഹത്തായ ജീവിയായിരുന്നു. ഇന്ന് പലരും ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലാൻഡ് മാമലായിട്ട് പരിഗണിക്കുന്നതും ഈ ജീവിയെ തന്നെയാണ്. പക്ഷേ 1834 മധ്യപ്രദേശിലെ നർസിംഗ്പൂരിൽ നിന്നും ഒരു ജീവിയുടെ ഫോസിൽസ് കണ്ടെത്താനിടയായി. അത് വംശനാശം സംഭവിച്ചു പോയ പുരാതന കാലത്തിലെ ഒരുതരം ആനയുടെ ഫോസിൽസ് ആയിരുന്നു. മാമൽസിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ തന്നെ അത് മാറ്റിമറിച്ചു. പാലിയോലോക്സറോൺ നെമാഡിക്കസ് എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര്. ഈ ആന നേരത്തെ പറഞ്ഞ പാരാസെറാതേരിയത്തിനേക്കാൾ വലുതാണ്. അതായത് ഇപ്പോൾ ഈ ജീവിയെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മാമലായിട്ട് പരിഗണിക്കുന്നത്. പാലിയോലോക്സറോൺ എന്ന ആനകളുടെ ഒരു വിഭാഗത്തിലെ ഏറ്റവും വലിയ സ്പീഷീസ് ആയിരുന്നു നെമാഡിക്കസ്. പാലിയോലോക്സറോൺ എന്ന വിഭാഗം ആനകൾ ഏകദേശം 40 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ആഫ്രിക്കയിലാണ് രൂപം കൊണ്ടത്. പാലിയോലോക്സറോൺ റെക്കി എന്നൊരു തരം ആനകളാണ് ഈ വിഭാഗത്തിൽ നമുക്കറിയാവുന്ന ഏറ്റവും ആദ്യത്തെ ജീവികൾ. ഏകദേശം 8 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ 7 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ പാലിയോലോക്സറോൺ റെക്കിയും മറ്റു ചില സ്പീഷീസും ആഫ്രിക്കയിൽ നിന്നും യുറേഷ്യയിലോട്ട് ദേശാന്തര ഗമനം നടത്തി. അതിൽ പാലിയോലോക്സറോൺ റെക്കി കാലക്രമേണ 2 പുതിയ സ്പീഷീസ് ആയിട്ട് പരിണമിച്ചു. ഒന്നാമത്തേത് പാലിയോലോക്സറോൺ ആന്റിക്കസ്. റെക്കികളേക്കാൾ വലുതായിരുന്നു ആന്റിക്കസ്. ഇവ യൂറോപ്പിൽ മുഴുവനായും വ്യാപിച്ചിരുന്നു. 15,000 കിലോഗ്രാമിൽ കൂടുതൽ ഭാരം വെച്ചിരുന്ന ഈ ജീവികളിൽ നിന്നുമാണ് പിൽക്കാലത്തിൽ ഫാൽക്കോണറി എന്നൊരു തരം ആനകൾ പരിണമിച്ചത്. ഈ ആനകളാണ് ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ചെറിയ ആനവർഗം. ഇവയ്ക്ക് പരമാവധി വെറും 1 മീറ്റർ ഉയരവും ഏകദേശം 300 കിലോഗ്രാമോളം ഭാരവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കുഞ്ഞനാനകളെ കാണാൻ ശരിക്കും വളരെ കൗതുകകരമായിരിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ഏകദേശം 4 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ഇവയ്ക്കും വംശനാശം സംഭവിച്ചു. റെക്കിയിൽ നിന്നും പരിണമിച്ച രണ്ടാമത്തെ വർഗം ആന്റിക്കസിനേക്കാൾ വലുതായിരുന്നു. അതാണ് പാലിയോലോക്സറോൺ നെമാഡിക്കസ്. നിലവിൽ ഇന്ത്യയിൽ നിന്നും മാത്രമാണ് നെമാഡിക്കസിന്റെ ഫോസിൽസ് ലഭിച്ചിട്ടുള്ളത്. മറ്റു ചില ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും നെമാഡിക്കസിന്റെ ഫോസിൽസ് കിട്ടിയിട്ടുള്ളതായി പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നെമാഡിക്കസിന്റെ ഫോസിൽസ് തന്നെയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും ഇന്ത്യയിൽ നിന്നും ലഭിച്ച ഏറ്റവും പഴയ ഫോസിലിന് ഏകദേശം 7 ലക്ഷം വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. 1834 അത് കണ്ടെത്തിയത്. ഈ ഫോസിൽസ് കണ്ടെത്തിയപ്പോൾ ശാസ്ത്രജ്ഞരൊക്കെ അത്ഭുതപ്പെട്ടു പോയിരുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ ഫീമർ, അതായത് തുടയെല്ല് കണ്ടപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. കാരണം അതിന് ട്രൈസെറാടോപ്സ് എന്ന വലിയൊരു ഡൈനോസറിന്റെ ഫീമറിനേക്കാൾ വലിപ്പമുണ്ടായിരുന്നു. അന്ന് ലഭിച്ച ഫോസിൽസിന്റെ അടിസ്ഥാനത്തിൽ നെമാഡിക്കസിന് 14 അടിയിൽ കൂടുതൽ ഉയരമുണ്ടെന്ന് മനസ്സിലാക്കി. എന്നാൽ പിന്നീട് 1846 ഇന്ത്യയിൽ നിന്നും തന്നെ മറ്റൊരു ഫോസിൽ കണ്ടെത്തി. അതിന് നേരത്തെ കിട്ടിയ ഫോസിലിനേക്കാൾ 20% കൂടുതൽ വലിപ്പമുണ്ടായിരുന്നു. ശരിക്കും അപ്പോഴാണ് ഈ ആനകൾ മറ്റൊരു വിഭാഗമാണെന്ന് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയത്. ഈ പുതിയ ഫോസിലിന് ഏകദേശം 17 അടിയിൽ കൂടുതൽ ഉയരമുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഒരു ശരാശരി ജിറാഫിനേക്കാൾ ഉയരമുണ്ടായിരുന്നു ഈ നെമാഡിക്കസിന്. ഈ പറഞ്ഞത് ഷോൾഡർ വരെയുള്ള ഉയരമാണ്. തലയറ്റം വരെയുള്ള ഉയരം അതിനേക്കാൾ കൂടുതലായിരിക്കും. ഉയരം മാത്രമല്ല, അതിനനുസരിച്ച് ഭാരവും ഉണ്ടായിരുന്നു. ഈ ആനയ്ക്ക് ഏറ്റവും കുറഞ്ഞത് 22,000 കിലോഗ്രാം ഭാരമെങ്കിലും ഉണ്ടായിരുന്നിരിക്കുമെന്നാണ് നിഗമനം.
അപ്പോൾ ഉയരത്തിന്റെ അടിസ്ഥാനത്തിലും ഭാരത്തിന്റെ അടിസ്ഥാനത്തിലും പാരാസെറാതേരിയത്തിനേക്കാൾ വലുതാണ് പാലിയോലോക്സറോൺ നെമാഡിക്കസ്. താരതമ്യേന പറഞ്ഞാൽ സൗറോപോഡ് ഡൈനോസേഴ്സ് ഒഴികെ ബാക്കി സകല ഡൈനോസേഴ്സിനേക്കാളും വലുതായിരുന്നു നെമാഡിക്കസ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സൗറോപോഡ് ദിനോസറുകൾ കഴിഞ്ഞാൽ പിന്നെ കരയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ മൃഗങ്ങൾ ഇവ തന്നെയാണ്. ടീറക്സും ജിഗാനറ്റോസോറസും സ്പൈനസോറസും എല്ലാം ഭാരത്തിന്റെയും വലിപ്പത്തിന്റെയും കാര്യത്തിൽ ഈ ആനയേക്കാൾ ചെറുതായിരുന്നു. യഥാർത്ഥത്തിൽ ചില സൗറോപോഡ് ഡൈനോസേഴ്സിനേക്കാൾ വലുതായിരുന്നു നെമാഡിക്കസ്. ശരിക്കും ഒരു ഗംഭീരമായ ജീവി. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നാൽ ഇവയുടെ കണ്ടെത്തിയ ഫോസിൽസ് ഒന്നും തന്നെ പൂർണ്ണമായിരുന്നില്ല. എല്ലാ ഫോസിൽസും നല്ല രീതിയിൽ തകർന്നിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നെമാഡിക്കസിന്റെ ഭാരവും വലിപ്പവും നിർണയിച്ചത് അത്രത്തോളം കൃത്യമായിരിക്കാൻ സാധ്യതയില്ല എന്നാണ് പല ഗവേഷകരും പറയുന്നത്. പക്ഷേ ഫോസിൽസ് പൂർണ്ണമായിരുന്നില്ല എന്ന പേരിൽ മാത്രം നെമാഡിക്കസിന്റെ നിർണയിച്ച വലിപ്പവും ഭാരവും തെറ്റായിരുന്നുവെന്ന് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പാരാസെറാതേരിയത്തിന്റെ കണ്ടെത്തിയ ഫോസിൽസും പൂർണ്ണമായിരുന്നില്ല. ശരിക്കും ഇവയുടെ മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് പഴക്കം ചെന്ന ഒട്ടുമിക്ക ജീവികളുടെയും ഫോസിൽസും സാധാരണഗതിയിൽ പൂർണ്ണമായിരിക്കില്ല. എന്തായാലും കഴിഞ്ഞ വർഷം, അതായത് 2023 നെമാഡിക്കസിന്റെ ഫോസിൽസിനെ കൂടുതൽ സമഗ്രമായിട്ട് പഠനം നടത്തി. ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നെമാഡിക്കസിന് ശരാശരി 18,000 മുതൽ 19,000 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കി. അതായത് നേരത്തെ കരുതിയിരുന്നതിനേക്കാൾ 3,000 കിലോഗ്രാമോളം ഭാരം കുറവ്. ഈ പഠനം നടത്തിയ ശാസ്ത്ര സംഘം തന്നെ പാരാസെറാതേരിയത്തിന്റെ ഫോസിൽസിനെയും പരിശോധിച്ചിരുന്നു. അതിൽ നിന്നും പാരാസെറാതേരിയത്തിന് പരമാവധി 17,000 കിലോഗ്രാം ഭാരം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും കണ്ടെത്തി. അപ്പോൾ എങ്ങനെ നോക്കിയാലും പാരാസെറാതേരിയത്തിനേക്കാൾ വലുത് നെമാഡിക്കസ് തന്നെയായിരുന്നു. ആഫ്രിക്കൻ ബുഷ് ആനകളാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആനകൾ. ഈ ആനകൾക്ക് പോലും ശരാശരി 6,000 കിലോഗ്രാം ആണ് ഭാരം. അപ്പോൾ ഒരു ശരാശരി ആഫ്രിക്കൻ ആനയേക്കാൾ 3 മടങ്ങ് ഭാരമുണ്ടായിരുന്നു ഒരു ശരാശരി നെമാഡിക്കസ് ആനയ്ക്ക്. ഇതിൽ അതിശയകരമായ മറ്റൊരു വസ്തുത എന്താണെന്നാൽ നമുക്ക് ലഭിച്ച ഫോസിലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നെമാഡിക്കസിന്റെ വലിപ്പം നിർണയിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനേക്കാൾ ഒരുപാട് വലിപ്പമുള്ള നെമാഡിക്കസും ഉണ്ടായിരുന്നിരിക്കാം. കാരണം നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആഫ്രിക്കൻ ആനയ്ക്ക് ഏകദേശം 11,000 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. അതായത് ശരാശരി ആഫ്രിക്കൻ ആനകളുടെ ഇരട്ടിയോളം ഭാരമുണ്ടായിരുന്നു അതിന്. ഇതുപോലെ നെമാഡിക്കസിലും അസാധാരണ വലിപ്പമുള്ള ആനകൾ ഉണ്ടായിരുന്നിരിക്കാം. നെമാഡിക്കസിന്റെ ഒരു വലിയ പ്രത്യേകത എന്നത് അതിന്റെ കൊമ്പുകളാണ്. മറ്റു തരം ആനകളെ അപേക്ഷിച്ച് ഇവയുടെ കൊമ്പുകൾ വളരെ സ്ട്രെയിറ്റ് ആയിരുന്നു. ഇതുവരേക്കും ഇതിന്റെ ഒരു പൂർണ്ണമായ കൊമ്പിന്റെ ഫോസിൽ കിട്ടിയിട്ടില്ല. പക്ഷെ കിട്ടിയിട്ടുള്ള കൊമ്പിന്റെ ഫോസിൽ ഭാഗമാണെങ്കിൽ വളരെ വലുതും ഭാരം കൂടിയതുമായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും വലിയ മാമൽ എന്നതിലുപരി ഏറ്റവും വലിയ കൊമ്പുണ്ടായിരുന്നതും ഇതിനായിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത്. പക്ഷെ അത് നിലവിലൊരു സംശയം മാത്രമാണ്. നെമാഡിക്കസിന്റെ വലിപ്പം ഇന്നത്തെ ആനകളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നെമാഡിക്കസ് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 1.5 ലക്ഷം കലോറീസിന്റെ ആഹാരമെങ്കിലും കഴിച്ചിരുന്നിരിക്കും. അതായത് ഒരു ശരാശരി മനുഷ്യൻ 2 മാസം കൊണ്ട് കഴിക്കുന്ന ആഹാരം ഇതൊരൊറ്റ ദിവസം കൊണ്ട് കഴിക്കും. ഇന്നത്തെ ഒരു ശരാശരി ആന ഒരു ദിവസം 16 മണിക്കൂറുകളോ അതിൽ കൂടുതലോ നേരം ആഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആയിരുന്നിരിക്കും നെമാഡിക്കസും. ഇതിന്റെ ബൃഹത്തായ വലിപ്പം കാരണം എന്തായാലും വേറെ ജീവികളൊന്നും ഇതിനെ ആക്രമിക്കുമെന്ന പേടി വേണ്ട. ആ കാലത്തിലുണ്ടായിരുന്ന ഏതൊരു ജീവിയേക്കാളും ഒരുപാട് ശക്തമായിരുന്നു നെമാഡിക്കസ്. ചിലപ്പോൾ ഒരു ജീവി മാത്രം ഇവയ്ക്കൊരു ഭീഷണിയായിരുന്നിരിക്കാം. അതാണ് മനുഷ്യർ. ആ കാലഘട്ടത്തിൽ മനുഷ്യരുടെ പൂർവികരും ഉണ്ടായിരുന്നു. നെമാഡിക്കസുകളെ ആയുധങ്ങൾ കൊണ്ട് വേട്ടയാടിയതിന്റെ പല തെളിവുകളും ഫോസിലുകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവയുടെ ഫോസിലുകളിൽ നിന്ന് മാത്രമല്ല, പുരാതന കാലത്തിലെ പല ആനകളുടെയും ഫോസിലുകളിൽ മനുഷ്യർ വേട്ടയാടിയതിന്റെ തെളിവുകൾ ഉണ്ടായിരുന്നു. ഫോസിൽ രേഖകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ 40,000 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലാണ് നെമാഡിക്കസിന് വംശനാശം സംഭവിച്ചത്. ആ സമയത്തിൽ അവസാനത്തെ ഗ്ലേഷ്യൽ കാലഘട്ടമായിരുന്നു. അത്രയും കാലം സുഭിക്ഷമായിട്ട് ജീവിച്ചിരുന്ന നെമാഡിക്കസിന് കാലാവസ്ഥയിൽ വന്ന മാറ്റത്തിനെ അതിജീവിക്കാനായില്ല എന്ന് കരുതി തണുത്തു മരവിച്ച് നശിച്ചുപോയെന്നല്ല, മറിച്ച് ഇങ്ങനെ കാലാവസ്ഥ മാറുമ്പോൾ നല്ലൊരു ശതമാനം സസ്യജാലങ്ങളും നശിക്കും. സസ്യജാലങ്ങളാണ് ആനകളുടെ പ്രധാന ആഹാരം. അങ്ങനെ ആഹാരത്തിന്റെ ലഭ്യത കുറവും ഒപ്പം ആവാസ വ്യവസ്ഥയുടെ മാറ്റവുമാണ് നെമാഡിക്കസിന്റെ വംശനാശത്തിന് കാരണമായത്. അതിനോടൊപ്പം മനുഷ്യരുടെ തീവ്രമായ വേട്ടയാടലും ഒരുപക്ഷെ ഇവയുടെ വംശനാശത്തിന് കൂടുതൽ ആക്കം കൂട്ടിയിട്ടുണ്ടാകുമെന്നാണ് ഭൂരിപക്ഷം ഗവേഷകരും കരുതുന്നത്. എന്തായാലും ഇതുപോലെ ഒത്തിരിയേറെ ഗംഭീരമായ ജീവികൾ പണ്ട് ഭൂമിയിലുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഭൂമി ജീവൻ നിലനിർത്താൻ പറ്റിയ ഒരു ഉത്തമമായ ഗ്രഹമായതിനാൽ പണ്ട് ജീവിച്ചിരുന്നതിൽ 99% കൂടുതൽ ജീവജാലങ്ങൾക്കും വംശനാശം സംഭവിച്ചു പോയി. അതിലൊന്ന് മാത്രമാണ് നെമാഡിക്കസ്.
ഭാഗ്യവശാൽ നെമാഡിക്കസിന് വംശനാശം സംഭവിച്ചുവെങ്കിലും അവയുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധു ഇന്നും ഭൂമിയിലുണ്ടെന്നത് ചിന്തിക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ്. അതായത് ആഫ്രിക്കൻ ബുഷ് എലഫന്റ്സ്. പക്ഷേ അതേസമയം സഹജീവികളെ സ്നേഹിക്കാനും കരുതാനുമുള്ള മനുഷ്യരുടെ വലിയ മനസ്സ് കാരണം ഇന്നത്തെ ആനകളും വംശനാശ ഭീഷണിയിലാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.